ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, പെന്തക്കോസ്ത ഞായറിൽ നാം വിചിന്തനം ചെയ്യുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ 20:19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. പെന്തക്കോസ്ത തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുന്നു. 50ാമത് 50th എന്നർത്ഥമുള്ള പെന്തക്കോസ്തേ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പെന്തക്കോസ്ത എന്ന പദം വരുന്നത്. യഹൂദരും പെസഹ തിരുനാൾ, കൂടാര തിരുനാൾ എന്നിവയോടൊപ്പം പെന്തക്കോസ്ത തിരുനാളും ആഘോഷിച്ചിരുന്നു. യഹൂദ പെന്തക്കോസ്തയുടെ പേര് ഷെബുഓത്ത് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഷെബുഓത്ത് എന്നാൽ ആഴ്ചകളുടെ തിരുനാൾ എന്നാണ് അർത്ഥം. അതായത് പെസഹായ്ക്കും പെന്തക്കോസ്തയ്ക്കും ഇടയിൽ 7 ആഴ്ചകൾ അഥവാ 7 സാബത്തുകൾ ഉണ്ടാകും. ആരംഭത്തിൽ വിളവെടുപ്പ് കഴിഞ്ഞ് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാനാണ് യഹൂദർ ഈ തിരുനാൾ ആഘോഷിച്ചിരുന്നത്. കുറെ കാലം കഴിഞ്ഞ് ദൈവവും നോഹയും തമ്മിലുള്ള ഉടമ്പടിയെ യഹൂദർ ഈ തിരുനാളുമായി ബന്ധിപ്പിച്ചു. കാരണം ദൈവം നോഹയുമായി ഉടമ്പടി സ്ഥാപിച്ചത് ജലപ്രളയം അവസാനിച്ച് 50 ദിവസത്തിനു ശേഷമാണ്. വീണ്ടും കുറെ കാലം കഴിഞ്ഞ് യഹൂദർ പെന്തക്കോസ്ത തിരുനാളിൽ ദൈവം മോശയുമായി ഉണ്ടാക്കിയ സീനായി ഉടമ്പടി കൃതജ്ഞതയോടെ അനുസ്മരിച്ചു. കാരണം ഈ ഉടമ്പടി ഈജിപ്തിൽ നിന്നുള്ള പലായനം ആരംഭിച്ച് 50 ദിവസം കഴിഞ്ഞാണ് സ്ഥാപിക്കപ്പെട്ടത്. ക്രൈസ്തവ പെന്തക്കോസ്ത പെസഹ കാലത്തിന്റെ അഥവാ ഉയിർപ്പ് കാലത്തിന്റെ അവസാനവും അതിന്റെ ലക്ഷ്യവുമാണ്. യേശുവിൻ്റെ ഉത്ഥാനം കഴിഞ്ഞ് 50 ദിവസങ്ങൾക്കു ശേഷം പരിശുദ്ധാത്മാവ് വിശ്വാസ സമൂഹത്തിലേക്ക് വരുന്നതോടുകൂടി യേശുവിൻ്റെ പെസഹ രഹസ്യം മൂർധന്യത്തിൽ എത്തിച്ചേരുന്നു. പെന്തക്കോസ്തയോടെ സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പെന്തക്കോസ്ത ദിനം സഭയുടെ ജന്മദിനമാണെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. പരിശുദ്ധാത്മാവ് സഭയിൽ എപ്രകാരം പ്രവർത്തിക്കുന്നുവെന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ വ്യക്തമാക്കപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വിവിധ പ്രവർത്തനങ്ങളിൽ 2 മാത്രം ഇവിടെ ലഭ്യമാണ്. ഒന്ന്, നവജന്മം നൽകുന്ന പ്രവൃത്തി. യേശു ശിഷ്യർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നത് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ടാണ്. നിശ്വസിക്കുക, ബ്രീത്ത് എന്ന ക്രിയ പുതിയ നിയമത്തിൽ ഇവിടെ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഈ ക്രിയ ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കുന്നത് ഉൽപ്പത്തി 2-ാം അധ്യായം 7-ാം വാക്യത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തിയെയാണ്. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. എസെക്കിയേൽ 37:9 ജീവശ്വാസത്തിന്റെ വിവരണവും യേശുവിന്റെ പ്രവൃത്തിയെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജീവശ്വാസമേ, നീ 4 വായുക്കളിൽ നിന്ന് വന്ന് ഈ നിഹിതന്മാരുടെ മേൽ വീശുക, അവർക്ക് ജീവനുണ്ടാകട്ടെ. കൂടാതെ ജ്ഞാനത്തിന്റെ പുസ്തകം 15:11 ദൈവത്തെക്കുറിച്ചുള്ള വിവരണവും നിശ്വസിക്കുന്ന യേശുവിൻ്റെ പ്രവൃത്തിയെ അനുസ്മരിക്കുകയാണ്. ഇവിടെ ജ്ഞാനഗ്രന്ഥ രചയിതാവ് വ്യക്തമാക്കുന്നത് ദൈവം സൃഷ്ടിക്കുകയും പ്രവർത്തന നിരതമായ ആത്മാവിനാൽ പ്രചോദിപ്പിക്കുകയും ജീവചൈതന്യത്തെ മനുഷ്യരിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നുവെന്നാണ്. അപ്രകാരം
യേശു തൻ്റെ ശിഷ്യരിൽ പരിശുദ്ധാത്മാവിനെ നിശ്വസിക്കുന്നത് ഒരു പുതിയ അഥവാ രണ്ടാമത്തെ സൃഷ്ടിയായി വിശേഷിപ്പിക്കപ്പെടുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവർ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ നവജന്മം പ്രാപിക്കുന്നു. രണ്ടാമതായി, സഭയുടെ ദൗത്യ നിർവഹണത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ ശിഷ്യർക്ക് നൽകുന്നതിന് മുൻപ് യേശു അവർക്ക് ദൗത്യം നൽകുന്നു. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. പിതാവാണ് യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത്. ധാരാളം ഉദാഹരണങ്ങൾ സുവിശേഷത്തിലുണ്ട്. മനുഷ്യാവതാരം, പ്രബോധനം, പ്രവൃത്തി, സഹനം, മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം എന്നിവയിലൂടെ യേശു പിതാവ് തന്നെ ഏൽപ്പിച്ച രക്ഷാകര ദൗത്യം കൈവരിച്ചു. ഈ ദൗത്യം തുടരുവാൻ യേശു വിശ്വാസ സമൂഹത്തെയും നിയോഗിച്ച് അയക്കുന്നു. യേശുവിൻ്റെ അതേ ദൗത്യമാണ് ശിഷ്യർ തുടരേണ്ടത്. പിതാവ് ഏൽപ്പിച്ച ദൗത്യം യേശു നിർവഹിച്ചതുപോലെ യേശു ഏൽപ്പിക്കുന്ന ദൗത്യം ശിഷ്യർ നിർവഹിക്കണം. ഇതാണ് സുവിശേഷവൽക്കരണത്തിന്റെ മാതൃക. യോഹന്നാൻ സുവിശേഷ പ്രകാരം യേശു തൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പിതാവിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണ വളയത്തിൽ നിർത്തിക്കൊണ്ട് വ്യാഖ്യാനിക്കുകയായിരുന്നു. അതുപോലെ ശിഷ്യർ യേശുവിൻ്റെ ഹിതം നിറവേറ്റുക എന്ന ദൗത്യത്തെ പ്രഥമമായി കാണണം. ശിഷ്യർ ചെയ്യുന്ന ദൗത്യത്തിന്റെ അർത്ഥം വ്യക്തമാക്കപ്പെടുന്നത് അയക്കുന്ന യേശുവുമായുള്ള ബന്ധത്തിലൂടെയാണ്. തങ്ങളെ അയക്കുന്ന യേശുവിൻ്റെ അധികാരമാണ് ശിഷ്യരുടെ ദൗത്യത്തിന്റെ അടിസ്ഥാനം. യേശുവിലൂടെ പിതാവിനാൽ അയക്കപ്പെടുന്നതിന് തുല്യമാണിത്. ശിഷ്യരുടെ ഈ ദൗത്യ നിർവഹണത്തിന്റെ ശക്തി പരിശുദ്ധാത്മാവാണ്. ആത്മാവ് തന്നെയാണ് സഭയുടെ പാപമോചന അധികാരത്തിൻ്റെയും അടിസ്ഥാനവും സ്രോതസ്സും. പ്രിയമുള്ളവരെ, സഭയിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എപ്രകാരമാണെന്ന് ഇന്നത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതോടെ ശിഷ്യർ പുതുജീവിതത്തിന് തുടക്കം കുറിക്കുന്നു. അതുവരെ ഉണ്ടാകാതിരുന്ന ഒരു പ്രചോദനം പരിശുദ്ധാത്മാവ് അവർക്ക് നൽകുന്നു. അപ്രകാരം ഇന്നും പരിശുദ്ധാത്മാവ് സഭയിൽ ഒരു വലിയ ചാലക ശക്തിയായി പ്രവർത്തിക്കുന്നു. ഒപ്പം ആത്മാവിൻ്റെ ശക്തിയാൽ ശിഷ്യർ സുവിശേഷ പ്രഘോഷണത്തിലേക്ക് നയിക്കപ്പെടുന്നു. സദ്വാർത്ത ശിഷ്യർ പ്രഘോഷിക്കുന്നതും അതിലൂടെ അനേകരെ ഉദ്ധിതനായ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുവരുന്നതും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. അതുപോലെ ആത്മാവിൽ നിറഞ്ഞ് നമുക്കും സദ്വാർത്ത പ്രഘോഷകരാകാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.